ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്ത മലയാളികളുടെ അക്കൗണ്ടുകളിൽ എത്തിയത് 718 കോടി രൂപ. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ് തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം നൽകിയത് 289 ബാങ്ക് അക്കൗണ്ടുകൾ. നിതിൻ വർഗീസ് എന്ന ടി.ജി. വർഗീസ് 190 അക്കൗണ്ടുകൾ കൈമാറി അറസ്റ്റിലായ സയ്യിദ് മുഹമ്മദ്, വർഗീസ് ടി.ജി. എന്നിവരെ 4 ദിവസത്തെ ഇ.ഡി. കസ്റ്റഡിയിൽ വിട്ടു. എസ് രാഗിനും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഗിൻ, അങ്ങനെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ അക്കൗണ്ടുകൾ തട്ടിപ്പിനായി ഉപയോഗിച്ച അക്കൗണ്ടുകൾ അത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കണക്കൂടി പുറത്തേക്ക് വരികയാണ്. എത്രത്തോളം ആഴമുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്? മറ്റ് നടപടികൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി അറസ്റ്റിലായതിൽ 2 പേർ മലയാളികളാണ്. സയ്യിദ് മുഹമ്മദ്, ടി.ജി. വർഗീസ്, നിധിൻ എന്നാണ് ഇയാളെ വിളിക്കുന്നത്. അങ്ങനെ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇവർ പലരുടെയും അക്കൗണ്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് പലരുടെ പേരിലും അക്കൗണ്ട് എടുത്ത് ഈ തട്ടിപ്പുകാർക്ക് നൽകുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരാൾ, അതായത് സയ്യിദ് 280ഓളം അക്കൗണ്ടുകൾ തയ്യാറാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ നിധിൻ 190ഓളം അക്കൗണ്ടുകൾ കൊടുത്തു. അത് പലരുടെയും പേരിലാണ് അക്കൗണ്ട് എടുക്കുന്നത്. ഈ അക്കൗണ്ട് എടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൊടുക്കുകയാണ്. ഈ പണം ഈ അക്കൗണ്ടിൽ വരും, എന്നിട്ട് ഇവർക്ക് കമ്മീഷൻ കൊടുക്കും. അങ്ങനെ ഇവർക്ക് ലഭിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് 2,70,00,000 രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 718 കോടിയോളം രൂപ ഈ അക്കൗണ്ടുകളിലേക്കൊക്കെ ഇവർ തയ്യാറാക്കി കൊടുത്ത, അല്ലെങ്കിൽ ഇവരുടെ രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നതാണ് വ്യക്തമാകുന്നത്. 115 കോടിയോളം രൂപ ക്രിപ്റ്റോ ഇടപാടായി നടത്തി വിദേശത്തേക്ക് എന്ന കാര്യവും ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്ത് കിട്ടുന്ന പണം വിവിധ അക്കൗണ്ടുകളിലേക്കാണ് വന്നിരുന്നത്. തട്ടിപ്പ് സംഘം ഈ അക്കൗണ്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ പേര് കൂടി പറയുന്നുണ്ട്. റാഫേൽ ജെയിംസ് റൊസാരിയോ, അഫ്രീദ്. ഈ 2 പേർക്കും ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തമുണ്ട് എന്നാണ് ഇവരുടെ മൊഴിയായി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. കൂടുതൽ അറസ്റ്റുകളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ 4 ചെന്നൈ സ്വദേശികൾ ഈ കേസിൽ പിടിയിലായിരുന്നു. അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു, കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഈ 2 മലയാളികൾ, അതായത് സയ്യിദ്, ടി.ജി. വർഗീസ്, 2 പേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്.